ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വിധികർത്താക്കൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മറ്റു ശ്രോതാക്കൾ, ഈയിടെയായി സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ മാറുന്ന മലയാളി എന്ന വളരെ കാലിക പ്രസക്തമായ വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംവദിക്കാനാണ് ഈ വിനീതൻ നിങ്ങളുടെ മുമ്പിലാഗതനായിട്ടുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മലയാളിയുടെ മാറ്റം സംഭവിച്ച എല്ലാ മേഖലകളെയും നാം അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ആദ്യമായി മലയാളി എന്ന ഐഡന്റിറ്റി, അവന് നൽകിയ മലയാളം ഭാഷയെ നമ്മൾക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് മലയാളം ഭാഷയ്ക്ക് മലയാളി നൽകുന്ന പ്രാധാന്യം എത്രയാണ്? ഏതെല്ലാം കൊളോണിയൽ വൽക്കരക്കാരും ഇംഗ്ലീഷുകാരും മറ്റും പാശ്ചാത്യ സമൂഹക്കാർ ഈ കേരളത്തിൽ ഇട്ടേച്ചു പോയ അവരുടെ ഭാഷയ്ക്ക് ഇത്രമേൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് എൻ്റെ മകൻ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അഭിമാനം കൊള്ളുന്ന രക്ഷിതാക്കളാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നത്. മഹാകവി വള്ളത്തോൾ പറഞ്ഞില്ലേ, മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രിമാർ, മർത്യന് തൻ ഭാഷ താൻ. അവിടെ വെള്ളത്തോൾ തൻ്റെ ഭാഷയെ മാതാവിനോടാണ് ഉപമിച്ചത്. എന്നാൽ ആ ഉപമ ഈ പുതിയ കാലത്തേക്ക് ചേർത്ത് വായിക്കുമ്പോൾ എവിടെയാണ് ആ ഉപമയ്ക്ക് സ്ഥാനം? എത്ര മലയാളികൾക്ക് മലയാളം കൃത്യമായി വായിക്കാനും എഴുതാനും അറിയാമെന്ന് നാം ഓരോരുത്തരും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭാഷയ്ക്ക് ഇങ്ങനെ അപജയം സംഭവിക്കുമ്പോൾ ഇവിടുത്തെ ഭരണകർത്താക്കളും മറ്റും എഴുത്തുകാരും മറ്റും മൗനം പാലിക്കുന്നത് എത്രമേൽ ഖേദകരമാണ്. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് ഈജിപ്തിലേക്ക് കടന്നു വന്ന കൊളോണിയൽക്കാരുടെ സംഭവമാണ്. അവിടേക്ക് വന്നുകൊണ്ട് ലാറ്റിൻ ഭാഷയെ അവിടുത്തെ ഔദ്യോഗിക ഭാഷയാക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചപ്പോൾ നെയ്ലിന്റെ ഗായകൻ എന്നറിയപ്പെടുന്ന ആഫിൽ ഇബ്രാഹിം തന്റെ കവിതയിലൂടെ അവിടുത്തെ ജനങ്ങളെ തിരിച്ചെടുത്തു. തന്റെ അറബി ഭാഷയെ അത്രമേൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അറബി ഭാഷ ആവലാതി പറഞ്ഞുകൊണ്ട് അവരോട് കവിത പാടിയപ്പോൾ അവിടുത്തെ മാനവ സമൂഹത്തിലെ ജനങ്ങള്, അവിടുത്തെ യുവാക്കള് അവരെ ആ ഭാഷയ്ക്ക് അത്രമേൽ പ്രാധാന്യം കൽപ്പിച്ചു. എന്നാൽ ഇന്ന് ഈ കേരളത്തിൽ ഈ ഭാഷ അപജയത്തിന്റെ മേൽ കവിത എഴുതാൻ എത്ര കവിമാർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇനി കവിതകൾ എഴുതിയാൽ തന്നെ അത് വായിക്കാനും അതിന് ഈണം പിടിക്കാനും താളം പിടിക്കാനും എത്ര മലയാളികൾ ഇന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. മലയാളിക്ക് ഭാഷയിൽ മാത്രമാണോ അപജയം സംഭവിച്ചത്, മാറ്റങ്ങൾ സംഭവിച്ചത്? ഒരിക്കലുമല്ല. മലയാളി അവന്റെ സംസ്കാരത്തെയും ധർമ്മത്തെയും മൂല്യത്തെയും അവന്റെ തനിമയെയും എല്ലാം മറന്നുപോയില്ലേ? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് മലയാളി എന്താണ് ഭക്ഷിക്കുന്നത്? ഏതവനോ എവിടെയോ എന്തൊക്കെയോ ഉണ്ടാക്കിയ എന്തെല്ലാം വിഷങ്ങളും മറ്റും കലർത്തിയ ഭക്ഷണങ്ങൾ അവൻ വളരെ സ്വാദിഷ്ടത്തോടു കൂടി കഴിക്കുമ്പോൾ ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതുണ്ട്. എനിക്കൊരു പാരമ്പര്യമുണ്ടായിരുന്നു. രാവിലെ പാടത്തിറങ്ങി ആ പാടം ഉഴുതു മറിച്ച് കളച്ച് അതിൽ നെല്ല് വിതറിയിട്ട് അവിടെ നല്ല രീതിയിലുള്ള ഭക്ഷ്യോത്പാദനങ്ങൾ നടത്തിയിട്ട് അതിൽ നിന്ന് ഭക്ഷണം നൽകിയിരുന്ന, ഓരോ സമയത്തിനും വേണ്ടതായ ഭക്ഷണം മാത്രം ഉപയോഗിച്ചിരുന്ന, മറ്റുള്ളവരെ സഹായിച്ചിരുന്ന, മറ്റുള്ളവരുടെ വേദനകളും യാതനകളും കണ്ടിരുന്ന ഒരു മലയാളി സമൂഹം ഈ ഒരു സമുദായത്തിന്റെ മുന്നിൽ ഈ ഒരു അടുത്ത കാലത്തായി നമ്മുടെ പിറകിലുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. എവിടെയാണ് ഈ മലയാളിക്ക് മാറ്റങ്ങൾ സംഭവിച്ചത്? എന്താണ് ഈ മലയാളിക്ക് സംഭവിച്ചത് എന്ന് നാം ഓരോരുത്തരും നിത്യമായി ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതും വളരെ അത്യാവശ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ ശ്രോതാക്കളെ, നാം ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരം, നമ്മുടെ തനിമ എന്നുള്ളത് അത് നമ്മുടെ അഭിമാനമാണ്, അത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. അതിനെ ഒരിക്കലും നാം ഒഴിവാക്കിക്കൂടാ. നാം നമ്മുടെ തനിമയെയും നമ്മുടെ പഴയ രീതികളെയും നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന വഴികളെയും തിരികെ എടുക്കണമെന്ന് ഈ ഫെസ്റ്റിന്റെ ഈ പ്രസംഗത്തിന്റെ സന്ദേശമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.